കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവം. രാവിലെ ഏകദേശം 5 മണിയോടുകൂടി പുനലൂരിന് സമീപമുള്ള ഒരു വീട്ടിൽ നിന്നും ഉറക്കെയുള്ള നിലവിളി ശബ്ദം കേട്ടുകൊണ്ടാണ് നാട്ടുകാർ ഞെട്ടിയുണർന്നത്. നാട്ടുകാർ ഓടിയെത്തിയത് പിറവന്തൂർ ഭാഗത്തുള്ള ബിജുവിന്റെ വീട്ടിലേക്കാണ്. കരച്ചിൽ കേട്ട് ആ വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോൾ ആ വീട്ടിലെ ഒരു മുറിക്കുള്ളിൽ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. ആ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ആ മുറിയുടെ ഭാഗത്തേക്ക് ഓടിയെത്തിയ നാട്ടുകാർ കാണുന്നത് ആ വീട്ടിലെ മകളായ റിൻസി കട്ടിലിൽ മലർന്നു കിടക്കുന്ന കാഴ്ചയാണ്. റിൻസിയുടെ മാതാവ് ബീനയാണ് ഉറക്കെ കരയുന്നത്. പെട്ടെന്നാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത്. റിൻസിയുടെ കഴുത്തിൽ ഒരു കറുത്ത പാട് കാണാം. അത് മാത്രവുമല്ല, റിൻസിയുടെ വസ്ത്രങ്ങളൊക്കെ കീറിപ്പോയ നിലയിലാണ്. റിൻസിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. റിൻസിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാരിൽ പലരും ബിജുവിനോടും ഭാര്യയോടും തിരക്കുന്നുണ്ടെങ്കിൽ പോലും ആ മാതാപിതാക്കൾക്ക് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. റിൻസി കിടക്കുന്ന മുറിക്ക് 2 വാതിലുകളുണ്ട്. ഹാളിൽ നിന്നും ആ മുറിയിലേക്ക് കടക്കുന്ന വാതിലിന് പുറമെ വീടിന് പുറത്തുനിന്നും ആ മുറിയിലേക്ക് കടക്കാൻ ഒരു വാതിൽ കൂടിയുണ്ട്. പഴയ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള വീടുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള 2 വാതിലുകൾ സർവ്വസാധാരണമാണ്. ആ മുറിയൊക്കെ നാട്ടുകാർ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അസ്വാഭാവികമായ ഒന്നും തന്നെ കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ നാട്ടുകാരിൽ ചിലർ വിവരം ഉടൻ തന്നെ സമീപത്തുള്ള സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് സംഘം എത്തിയപ്പോഴേക്കും സമയം ഏകദേശം 7 മണി പിന്നിട്ടു. പോലീസുകാരും നാട്ടുകാർ കണ്ട അതേ കാഴ്ച കണ്ടു. റിൻസിയുടെ കഴുത്തിൽ കൂടി ഒരു കറുത്ത മാർക്കുണ്ട്. ആ കറുത്ത പാട് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് സംശയം തോന്നിയ നിമിഷത്തിൽ തന്നെ പോലീസ് സംഘം അതിനുള്ള ഉത്തരവും കണ്ടെത്തി. റിൻസി കിടക്കുന്ന കട്ടിലിന്റെ താഴ്ഭാഗത്തായി ഒരു കയർ കിടക്കുന്നത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. റിൻസി കയർ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കുണ്ടാക്കി സ്വയം മരിച്ചതാകാമെന്നുള്ള ഒരു കഥയാണ് പിന്നീട് പരന്നത്. പോലീസ് സംഘം വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറൻസിക് ടീമും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തേക്ക് എത്തി. വീടിനുള്ളിലേക്ക് കടന്ന പോലീസ് നായ മൃതദേഹത്തിൽ മണം പിടിച്ചു നോക്കിയ ശേഷം വീടിന് പുറത്തേക്കുള്ള വാതിലിലൂടെ വെളിയിലിറങ്ങി റോഡ് വരെ എത്തി അതിന്റെ ഓട്ടം അവസാനിപ്പിച്ചു. പോലീസ് നായയിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല. ഫോറൻസിക് സംഘം ആ വീടിനുള്ളിൽ വിശദമായി തിരച്ചിൽ നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് സംഘം റിൻസിയുടെ മാതാപിതാക്കളോട് പല കാര്യങ്ങളും ചോദിച്ചു തുടങ്ങി. മകൾ രാത്രി 12 മണി വരെ ഇരുന്ന് പഠിക്കുന്നത് പതിവായിരുന്നു. മകൾ പറഞ്ഞതനുസരിച്ചായിരുന്നു രാവിലെ 5 മണിയോടുകൂടി മാതാവ് ബീന ആ മുറിയിലേക്ക് എത്തിയത്. അതിരാവിലെ പഠിക്കുന്നതിനു വേണ്ടി മകളെ വിളിക്കുന്നതിന് അലാറം വെച്ച് എഴുന്നേറ്റ് ബീന റിൻസിയുടെ മുറിയിലെത്തി. ലൈറ്റ് ഇട്ട സമയത്തായിരുന്നു റിൻസി കട്ടിലിൽ കിടക്കുന്ന കാഴ്ച ബീന കണ്ടത്. ബീന പറഞ്ഞ അതേ കഥ തന്നെ റിൻസിയുടെ പിതാവ് ബിജുവും ആവർത്തിച്ചു. ബീനയുടെ നിലവിളി ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു ഉറങ്ങുകയായിരുന്ന ബിജു ചാടി എഴുന്നേറ്റതും റിൻസിയുടെ മുറിയിലേക്ക് ഓടിയെത്തിയതും. എന്നാൽ പോലീസ് സംഘത്തിന് ബീനയും ബിജുവും പറയുന്ന കഥ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മകൾ കയറുപയോഗിച്ച് സ്വയം മരിച്ചതാണെന്നുള്ള വിവരം നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടാകുമെന്ന് കരുതി ബീനയും ബിജുവും ചേർന്ന് കഥ മാറ്റി പറയുകയാണോ എന്ന് പോലീസിന് സംശയം തോന്നി. അവർ രണ്ടുപേരും ആലോചിച്ചെടുത്ത് ഒരു കഥ പറയുകയാണെന്ന് ആ പകൽ തന്നെ പോലീസിന് മനസ്സിലായി. ഫോറൻസിക് സംഘത്തിന് ആ മുറിയിൽ നിന്ന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ലഭിച്ചില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പഠിക്കാൻ മിടുക്കിയായിരുന്ന റിൻസി എന്തിനാകാം മരിച്ചതെന്ന് സഹപാഠികൾക്കും അധ്യാപകർക്കുമൊക്കെ സംശയം തോന്നി. സ്കൂളുമായി ബന്ധപ്പെട്ട് റിൻസിക്ക് എന്തെങ്കിലും പ്രണയബന്ധമുണ്ടായിരുന്നോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്നൊന്ന് അന്വേഷിക്കാൻ പോലീസ് സംഘം തീരുമാനമെടുത്തു. ഇതോടൊപ്പം തന്നെ നാട്ടുകാരെയും വിശദമായി ചോദ്യം ചെയ്തു. നിരവധി തവണ റിൻസിയുടെ മാതാപിതാക്കളെ പോലീസ് സംഘം ചോദ്യം ചെയ്തെങ്കിലും അവർ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് പുറമെ അഡീഷണലായി മറ്റു ചില കാര്യങ്ങൾ കൂടി ആ മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞു. റിൻസിയുടെ കഴുത്തിൽ ഒരു മാലയുണ്ടായിരുന്നു. ആ മാല ഇപ്പോൾ കാണാനില്ല. അതുപോലെ തന്നെ ആ മുറിയിലേക്ക് അവർ കടന്നു ചെല്ലുന്ന സമയത്ത് വീടിന് പുറത്തേക്കുള്ള റിൻസിയുടെ മുറിയിൽ നിന്നുള്ള വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്തെ ഹാളിലേക്കുള്ള വാതിൽ സാധാരണഗതിയിൽ റിൻസി കുറ്റിയിട്ടിട്ടാണ് കിടക്കാറുള്ളത്. എന്നാൽ അന്ന് റിൻസി മുറിയുടെ വാതിൽ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മാതാവ് ബീനയ്ക്ക് മുറി തള്ളി തുറന്ന് അകത്തേക്ക് കയറി ലൈറ്റ് ഇടാൻ കഴിഞ്ഞത്. റിൻസിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല കാണാതെ പോയ കാര്യവും പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടന്ന കാര്യവുമൊക്കെ അഡീഷണലായി ആ ദമ്പതികൾ കൂട്ടിച്ചേർത്ത് പറയുകയാണോ എന്ന് പോലീസിന് സംശയം തോന്നി. ഒരു പെൺകുട്ടി കിടക്കുന്ന മുറിക്ക് എന്തിനാണ് 2 വാതിലെന്നുള്ള ചോദ്യമായിരുന്നു പോലീസ് സംഘം ആ മാതാപിതാക്കളോട് ചോദിച്ചത്. സാധാരണഗതിയിൽ പുറത്തേക്ക് വാതിലുകളുള്ള മുറികളിലൊന്നും തന്നെ പെൺകുട്ടികളെ അവരുടെ സുരക്ഷയോർത്ത് കിടത്താറില്ല. എന്നിട്ടും എന്തിനാണ് മകളെ അത്തരത്തിലൊരു മുറിയിൽ കിടത്തിയതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ആ മാതാപിതാക്കൾ പറഞ്ഞു. തങ്ങളുടെ മകളെ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായതുകൊണ്ടാണ് പുറത്തേക്ക് വാതിലുള്ള മുറിയായിരുന്നിട്ടും അതിൽ മകളെ കിടക്കാൻ അനുവദിച്ചതെന്നായിരുന്നു മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ആ മാതാപിതാക്കൾ പറഞ്ഞ കഥയ്ക്ക് വിപരീതമായ ഒരു കാര്യമാണ് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞത്. സാധാരണ റിൻസി ഉറങ്ങാറുള്ളത് തൊട്ടടുത്തുള്ള പാപ്പന്റെ വീട്ടിലാണ്. സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം പാപ്പന്റെ വീട്ടിലേക്ക് പോയ റിൻസിയെ വളരെ നിർബന്ധപൂർവ്വം ബിജു തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാണ് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞത്. ഇനി കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കാഴ്ച ആ പെൺകുട്ടി കണ്ടെങ്കിൽ അതിന്റെ പേരിൽ വീട്ടിലുള്ളവർ തന്നെ അതിനെ അപായപ്പെടുത്തിയതാണോ എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ സംശയം. നാട്ടുകാർ പറയുന്ന കാര്യങ്ങളിൽ സംശയം തോന്നിയ പോലീസ് വീണ്ടും ബിജുവിനെയും ബീനയെയും ചോദ്യം ചെയ്തു തുടങ്ങി.
ബിജു തന്നെയാകും മകളെ കൊലപ്പെടുത്തിയതെന്ന് നാട്ടുകാർ പോലീസിനോട് ഉറപ്പിച്ചു പറഞ്ഞു. നാട്ടുകാർ പല കഥകളും പറഞ്ഞു പരത്തുന്നതിനിടയിൽ ബിജു തന്റെ ജോലിക്ക് പോകുന്നത് പോലും വളരെ ബുദ്ധിമുട്ടിയിട്ടായിരുന്നു. ബിജു ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പതുക്കെ പതുക്കെ അയാളുടെ ഓട്ടോ ആളുകൾ ഓട്ടം വിളിക്കുന്നത് പോലും നിർത്തി. ഒരു കൊലപാതകിയുടെ ഓട്ടോയിൽ തങ്ങൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന തരത്തിൽ വരെ പല ആളുകളും രഹസ്യമായും പരസ്യമായും പറഞ്ഞു തുടങ്ങി. നാട്ടുകാർ ഒരു കഥയുണ്ടാക്കി അതിലെ കൊലയാളിയാക്കി ബിജുവിനെ മാറ്റിയിരിക്കുകയാണ്. നാട്ടിൽ ഓട്ടോ ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ ദൂരസ്ഥലങ്ങളിലേക്ക് പോയി ബിജു ഓട്ടം ഓടാൻ തുടങ്ങി. ഇതിനിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കാണാൻ നാട്ടുകാരിൽ പലരും ബിജുവിന്റെ വീട്ടിലെത്തി. എന്നാൽ ആ റിപ്പോർട്ട് ബിജു നാട്ടുകാരെ ആരെയും കാണിച്ചില്ല. തന്റെ മകളുടെ മരണത്തിന് കാരണം അങ്ങനെ നാട്ടുകാരിപ്പോൾ അറിയണ്ട എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് അയാൾ ഉറച്ചു നിന്നത്. ബിജു ആ നിലപാടിൽ ഉറച്ചു നിന്നതോടുകൂടി നാട്ടുകാരുടെ സംശയം കൂടുതൽ വർദ്ധിച്ചു. ബിജു തന്നെയാണ് മകളുടെ മരണത്തിന് പിന്നിലെന്നും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നും ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടുള്ള നിരവധി ഊമക്കത്തുകളാണ് ആ സമയത്ത് സ്റ്റേഷനിലേക്ക് എത്തിയത്. പോലീസിനാകട്ടെ ബിജുവിനെ ചോദ്യം ചെയ്യാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അയാൾ തന്നെയാണ് പ്രതിയെന്നുറപ്പിക്കത്തക്ക യാതൊരു തെളിവും പോലീസിന് കിട്ടിയിട്ടില്ല. ആ സാഹചര്യത്തിൽ ബിജുവിനെ അറസ്റ്റ് ചെയ്യാനും നിവൃത്തിയില്ല. 9 തവണയാണ് പോലീസ് സംഘം ബിജുവിനെയും ബീനയെയും ചോദ്യം ചെയ്തത്. എന്നാൽ ആദ്യം പറഞ്ഞ കഥയിൽ തന്നെയാണ് ബിജുവും ബീനയും ഉറച്ചു നിന്നത്. സംഭവം നടന്ന ദിവസം രാവിലെ റിൻസിയുടെ മുറിയിലേക്ക് കടന്നു ചെന്ന ബീനയും ബിജുവും അവൾ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടതെന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചു തന്നെ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ പോലീസ് സംഘം പറയുന്നത് റിൻസി ആത്മഹത്യ ചെയ്തതു തന്നെയാണെന്നാണ്. അത് നാട്ടുകാരറിയാതിരിക്കാൻ റിൻസിയുടെ കഴുത്തിലുണ്ടായിരുന്ന കയർ ബിജു തന്നെ അഴിച്ചുമാറ്റി റിൻസി കിടന്നിരുന്ന കട്ടിലിന്റെ അടിയിലേക്ക് ഇട്ടു എന്നുള്ളതാണ്. ആ കയർ ബിജുവിന്റെ ഓട്ടോയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. വീടിന്റെ പിൻഭാഗത്തെ അവളുടെ മുറിയോട് ചേർന്നുള്ള കതക് തുറന്ന് റിൻസി പുറത്തേക്കിറങ്ങി ഓട്ടോയിൽ നിന്ന് കയറെടുത്ത ശേഷം അകത്തേക്ക് കയറി ആത്മഹത്യ ചെയ്തതാണെന്നുള്ളതാണ് നാട്ടുകാരുടെയും നിഗമനം. രാവിലെ 5 മണിയോടുകൂടി റിൻസിയുടെ മുറിയിലേക്ക് വന്ന ബീന മകൾ തൂങ്ങി മരിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടു കാണുമെന്നും ബീനയുടെ നിലവിളി കേട്ടുകൊണ്ട് ആ മുറിയിലേക്ക് എത്തിയ ബിജുവും ആ കാഴ്ച കാണുകയും പിന്നീട് ബീനയും ബിജുവും ചേർന്ന് റിൻസിയുടെ കഴുത്തിലുണ്ടായിരുന്ന കുരുക്കഴിച്ച ശേഷം അവളെ കട്ടിലിൽ കിടത്തുകയും ചെയ്തതായിരിക്കാമെന്നും നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു. നാട്ടുകാരുടെ അതേ നിഗമനത്തിലേക്കാണ് പോലീസുകാരും എത്തിയത്. എന്നാൽ പോലീസ് കരുതുന്ന രീതിയിലുള്ള ഒരു കുറ്റസമ്മത മൊഴി നടത്താൻ ബിജുവോ ഭാര്യയോ തയ്യാറായില്ല. നാട്ടുകാരും പോലീസും ഒരുപോലെ തങ്ങളെ സംശയിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ബീനയും ബിജുവും ആ സമയത്താണ് പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് പരാതി നൽകുന്നതിനാണ് ദമ്പതിമാർ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഇതിനിടയിൽ ഉന്നത ഉദ്യോഗസ്ഥരെ പലതവണ ബിജു കാണുകയും അന്വേഷണം ശരിയായ ദിക്കിലല്ല എന്നുള്ള കാര്യം ധരിപ്പിക്കുകയും പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. തങ്ങളുടെ ഏക മകൾ റിൻസി മരണപ്പെട്ട സാഹചര്യത്തിൽ പോലീസും നാട്ടുകാരും ഒരുപോലെ ബിജുവിനെ സംശയിക്കുന്നു എന്നാണ് ദമ്പതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ബിജുവും ബീനയും തിരുവനന്തപുരത്തെത്തിയ അതേ സാഹചര്യത്തിൽ പിറവന്തൂരിൽ മറ്റു ചില കാര്യങ്ങൾ നടക്കുകയായിരുന്നു. റിൻസിയുടെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ ചേർന്ന് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ആ ആക്ഷൻ കൗൺസിൽ യോഗത്തിലൊന്നും പങ്കെടുക്കാത്ത 2 പേർ ബീനയും ബിജുവുമായിരുന്നു. റിൻസിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നാട്ടുകാരെടുക്കുന്ന താല്പര്യം പോലും ബീനയും ബിജുവും കാണിക്കുന്നില്ല എന്നുള്ള കാര്യം നാട്ടുകാർ ശ്രദ്ധിച്ചു. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് യോഗങ്ങൾ ചേർന്നിട്ടും ബീനയും ബിജുവും അതിൽ പങ്കെടുക്കാത്തത് ഒരുപക്ഷെ മകളുടെ മരണത്തിൽ അവർക്ക് പങ്കുള്ളതുകൊണ്ടായിരിക്കാമെന്ന് നാട്ടുകാർ വിലയിരുത്തി. പോലീസിന്റെയും നാട്ടുകാരുടെയും ചോദ്യം ചെയ്യൽ സഹിക്കവയ്യാതെയാണ് ബിജുവും കുടുംബവും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. അതിന് ഫലമുണ്ടാവുകയും ചെയ്തു. സർക്കാർ കേസന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം കേസന്വേഷണം ആരംഭിച്ചു. റിൻസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ മുഴുവൻ കാര്യങ്ങളും കേസ് ഫയലും ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി തന്നെ പഠിച്ചു. ബീനയും ബിജുവും 9 തവണ ചോദ്യം ചെയ്യലിന് വിധേയമായപ്പോഴും ഒരേ മൊഴി തന്നെയാണ് പോലീസിൽ നൽകിയിരിക്കുന്നത്. അവരുടെ മൊഴികൾക്ക് പുറമെ സ്കൂളിൽ നിന്ന് ലഭിച്ച മൊഴികളും സഹപാഠികളുടെയും നാട്ടുകാരുടെയും ഒക്കെ മൊഴികളും വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയൊക്കെ ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി തന്നെ വായിച്ചു നോക്കി. എല്ലാ മൊഴികളും വായിച്ചു നോക്കിയ ഡിവൈഎസ്പി ഉൾപ്പെടുന്ന സംഘം ബിജുവിന്റെ വീട്ടിലേക്ക് എത്തുകയും അവരോട് ചില കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. മകൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന് ബിജുവും ബീനയും ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ തോന്നാൻ അവർക്കുള്ള കാരണമാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് അറിയേണ്ടിയിരുന്നത്. അതിനുള്ള മറുപടി പറഞ്ഞത് ബീനയാണ്. സംഭവം നടന്നതിന്റെ തലേ ദിവസം രാത്രി 12 മണി വരെ മകൾ റിൻസി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം അതിരാവിലെ 5 മണിയോടുകൂടി അമ്മ അലാറം വെച്ച് മകളെ വിളിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചതിന് ശേഷമായിരുന്നു റിൻസി ഉറങ്ങാൻ കിടന്നത്. അത്രയും കാര്യം പറഞ്ഞേൽപ്പിച്ച മകൾ അതിനിടയിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തനിക്ക് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയുകയില്ല എന്ന് ആ അമ്മ പോലീസിനെ അറിയിച്ചു. അതുമാത്രവുമല്ല, മറ്റൊരു കാരണം, അതിരാവിലെ 5 മണിയോടുകൂടി ബീന മകൾ റിൻസിയുടെ മുറിയിലേക്ക് എത്തിയപ്പോൾ മുറിയുടെ 2 വശത്തെ വാതിലും തുറന്നു കിടന്നിരുന്നു എന്നുള്ളതാണ്. മുറ്റത്തേക്കുള്ള വാതിലും അതുപോലെ തന്നെ ഹാളിലേക്കുള്ള വാതിലും ഒരേ സമയം, അതും രാത്രിയിൽ, മകൾ അങ്ങനെ തുറന്നിടാൻ ഒരു സാധ്യതയും ഇല്ല എന്നും ബീന പോലീസിനോട് പറഞ്ഞു. ആ സംഭവത്തെക്കുറിച്ച് അന്നേ ദിവസം ബീന പോലീസിനെ അറിയിച്ചതുമാണ്. എന്നാൽ മകൾ കയറെടുക്കുന്നതിനു വേണ്ടി പുറത്തേക്കുള്ള വാതിൽ തുറന്ന് പുറത്തിറങ്ങിയതാകാമെന്നായിരുന്നു അന്ന് പോലീസ്
ബീനയെയും ബിജുവിനെയും അറിയിച്ചത്. എന്നാൽ അതിനൊരു സാധ്യതയുമില്ല എന്നും പുറത്തേക്കുള്ള വാതിൽ അതിശക്തമായി തള്ളി തുറന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെന്നും വാതിലിന്റെ വശങ്ങളിലുള്ള വിജാഗിരി ഇളകിയിരിക്കുകയാണെന്നും സംശയമുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘം അതൊന്ന് നോക്കാനും ബീന പറഞ്ഞു. അത് മാത്രവുമല്ല, മകളുടെ കഴുത്തിലുണ്ടായിരുന്ന മാല കാണുവാനില്ലെന്നും അതിനു പുറമെ മകളുടെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ടായിരുന്നുവെന്നും ഇതിൽ നിന്നൊക്കെ മകൾ ആത്മഹത്യ ചെയ്തതല്ല, മകളുടെ മരണം കൊലപാതകം തന്നെയാണെന്ന് തങ്ങൾക്ക് സംശയമുണ്ടെന്നും ബീന പോലീസിനെ അറിയിച്ചു. ബീന പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിന്ന ബിജു അത് മാത്രവുമല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൈവശമുണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തനിക്ക് ചില സംശയങ്ങളുണ്ടെന്നായിരുന്നു ബിജു പോലീസിനെ അറിയിച്ചത്. റിൻസി മരിക്കുന്ന സമയത്ത് കഴുത്തിന്റെ ഒത്ത നടുക്ക് ഭാഗത്തായാണ് കറുത്ത പാടുണ്ടായിട്ടുള്ളത്. തൂങ്ങി മരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കഴുത്തിന് മുകളിലേക്കും തൂങ്ങി മരിച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളും പാടുകളും ഉണ്ടാകേണ്ടതാണ്. അക്കാര്യം വ്യക്തമായി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴുത്തിന്റെ ഒത്ത നടുക്ക് ഭാഗത്ത് കയറിട്ട് മുറുക്കിയതിന്റെ ലക്ഷണമാണ് റിൻസിയുടെ ശരീരത്തിലുള്ളത്. അക്കാര്യം വിശദമായി പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ റിപ്പോർട്ടിൽ എഴുതിയിട്ടും കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് സംഘം അതത്ര കാര്യമായി എടുത്തിട്ടില്ല എന്നുള്ള കാര്യവും ബിജു പോലീസുകാരെ അറിയിച്ചു. ബിജുവും ഭാര്യയും പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നൊന്നറിയുന്നതിനായി ക്രൈംബ്രാഞ്ച് സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഫോറൻസിക് ടീമിനെ ബിജുവിന്റെ വീട്ടിലേക്ക് എത്തിച്ചു. ഡോക്ടർ ശശികലയും ഡോക്ടർ സീനയുമാണ് സംഭവസ്ഥലത്തേക്ക് എത്തിയത്. മുറി വിശദമായി പരിശോധിച്ചു നോക്കിയ ഡോക്ടർമാർ ആദ്യം തന്നെ നോക്കിയത് റിൻസിയുടെ മുറിയുടെ പുറത്തേക്ക് തുറക്കുന്ന വാതിലാണ്. ആ വാതിലുകൾ തുറന്നു കിടക്കുകയായിരുന്നു എന്നാണ് എല്ലാ സാക്ഷിമൊഴികളും സൂചിപ്പിച്ചിരിക്കുന്നത്. ആ വാതിലിന്റെയാണ് വിജാഗിരി ഇളകിയിരിക്കുന്നത്. പോലീസുകാരെ കൊണ്ട് ആ വാതിൽ അകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെ ഡോക്ടർമാർ തുറന്നു നോക്കിപ്പിച്ചു. പുറത്തുനിന്ന് ഫോഴ്സ് ഉപയോഗിച്ച് തുറന്നെങ്കിൽ മാത്രമേ വിജാഗിരി അത്തരത്തിൽ ഇളകിപ്പോകൂ എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് സംഘത്തിന് വ്യക്തമായി. ഇതിൽ നിന്നും ബീനയും ബിജുവും പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ടെന്നുള്ള കാര്യം ആദ്യമായി ഫോറൻസിക് സംഘത്തിനും പോലീസുകാർക്കും വ്യക്തമായി. ലോക്കൽ പോലീസിന്റെ ചോദ്യം ചെയ്യലുകളിലെല്ലാം തന്നെ ബിജുവും ബീനയും ആവർത്തിച്ച് പറഞ്ഞതാണ് ആ വാതിൽ പുറത്തുനിന്നും ആരോ ബലപ്രയോഗത്തിലൂടെ തള്ളി തുറന്നതാണെന്ന്. എന്നാൽ ആ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ അന്ന് ലോക്കൽ പോലീസ് തയ്യാറായിരുന്നില്ല. കയറെടുക്കുന്നതിന് വേണ്ടി റിൻസി തന്നെയാണ് കതക് തുറന്ന് പുറത്തേക്ക് പോയതെന്നുള്ള ഒറ്റ നിഗമനത്തിൽ തന്നെയായിരുന്നു അന്ന് ലോക്കൽ പോലീസ് ഉറച്ചു നിന്നിരുന്നത്. മകൾ ഉറങ്ങാൻ പോയിരിക്കുന്നത് രാത്രി ഏകദേശം 12 മണിയോടുകൂടിയാണ്. 5 മണിക്ക് വിളിച്ചുണർത്തണമെന്നാണ് അമ്മയോട് പറഞ്ഞിട്ടുള്ളത്. 12 മണിക്കും 5 മണിക്കും ഇടയിലുള്ള സമയത്ത് ആ മുറിക്കുള്ളിലേക്ക് ഏതോ ഒരു വ്യക്തി കടന്നു വന്നിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് സംഘം ഉറപ്പിച്ചു. എങ്ങുമെത്താതെ ഇടിച്ചു നിന്നിരുന്ന ആ കേസിന്റെ ശരിയായ ദിശയിലുള്ള അന്വേഷണം ആ നിമിഷം മുതലാണ് ആരംഭിച്ചത്. ആരായിരിക്കാം അർദ്ധരാത്രിയിൽ റിൻസിയുടെ മുറിയിലേക്ക് അതിക്രമിച്ച് കടന്നു വന്നതെന്ന് കണ്ടെത്താൻ തന്നെ പോലീസ് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി നാട്ടുകാരെയെല്ലാം വിശദമായി ഒന്നുകൂടി ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനു പുറമെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് സംശയം തോന്നിയത് റിൻസിയുടെ വസ്ത്രങ്ങളാണ്. റിൻസിയുടെ വസ്ത്രങ്ങൾ നന്നായി കീറിയിട്ടുണ്ടായിരുന്നു എന്ന് അവിടെ കൂടിയ ആളുകളും അവർക്ക് പുറമെ ബിജുവും ബീനയുമൊക്കെ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. റിൻസിയെ അടക്കം ചെയ്തിരിക്കുകയാണ്. ബോഡി പുറത്തെടുത്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് സംഘം ആലോചിച്ചു. അതിനു മുൻപായി തന്നെ റിൻസി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒന്നുകൂടി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചു. റിൻസിയുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചെടുത്ത് ഒരു കവറിലേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ആ വസ്ത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു തരത്തിലുള്ള അന്വേഷണവും അതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇതാദ്യമായി റിൻസിയുടെ വസ്ത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഒരന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് സംഘം തന്നെ ആ വസ്ത്രങ്ങൾ ഫോറൻസിക് ലാബിന് കൈമാറിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് കവർ തുറന്ന് റിൻസി അവസാനമായി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പരിശോധിച്ച് നോക്കിയ ലാബുകാർക്ക് ചില കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു. ആ വസ്ത്രത്തിൽ ആ പെൺകുട്ടിയുടേതല്ലാത്ത ഒരു DNA സാന്നിധ്യമാണ് ഫോറൻസിക് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ആ DNA പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ DNAയുമായി മാച്ച് ചെയ്യുന്നതല്ല. പുറത്തുനിന്ന് വന്ന ഏതോ ഒരു വ്യക്തിയുടെ DNA സാന്നിധ്യം ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലാണ് ഫോറൻസിക് സംഘം നടത്തിയിരിക്കുന്നത്. അവരുടെ കണ്ടെത്തലുകൾ ഉടൻ തന്നെ DYSP അറിയിക്കുകയും ചെയ്തു. കുറ്റവാളി ആരാണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. പിറവന്തൂർ മേഖലയിലുള്ള മുഴുവൻ ആളുകളുടെയും DNA പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോലീസ് സംഘം പിന്നീട് കടന്നത്. പല രീതിയിൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും DNA പരിശോധന ക്രൈംബ്രാഞ്ച് സംഘം ആരംഭിച്ചു. എടുക്കുന്ന ഓരോ DNA സാമ്പിളുകളും ലാബിന് അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. പോലീസ് സംഘം കൈമാറുന്ന DNA സാമ്പിളുകൾ ലാബുകാർ പരിശോധിക്കുകയും അത് പിന്നീട് റിൻസിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച DNAയുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയും ചെയ്തു. അങ്ങനെ പരിശോധന പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ഒരു വ്യക്തിയുടെ DNA സാമ്പിൾ റിൻസിയുടെ വസ്ത്രത്തിലുണ്ടായിരുന്ന DNAയുമായി മാച്ച് ചെയ്യുന്നത് ലാബുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ DNA സാമ്പിൾ എടുത്തിരിക്കുന്ന കവറിൽ തന്നെ ആ വ്യക്തിയുടെ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. അഡ്രസ്സിൽ എഴുതിയിരിക്കുന്ന പേര് സുനി എന്നാണ്. അയാൾ യഥാർത്ഥത്തിൽ വെട്ടിത്തിട്ട ഭാഗത്ത് തന്നെ ഉള്ളതാണ്. അയാളും ഒരു ഓട്ടോ ഡ്രൈവറാണ്. കുണ്ടൂർമല സുനി എന്നാണ് അയാളെ നാട്ടുകാർ കളിയാക്കി വിളിക്കാറുള്ളത്. സുനി താമസിക്കുന്നതാകട്ടെ മരിച്ച റിൻസിയുടെ വീടിന് സമീപത്ത് തന്നെയാണ്. അതിവേഗം തന്നെ ക്രൈംബ്രാഞ്ച് സംഘം സുനിയെ കൈയോടെ പിടികൂടുകയും സ്റ്റേഷനിലെത്തിക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് സംഘം സുനിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ആ കൊച്ചു പെൺകുട്ടിയെ എന്തിനായിരുന്നു താൻ കൊലപ്പെടുത്തിയതെന്നായിരുന്നു പോലീസിന്റെ നിർണായകമായ ചോദ്യം.
അപ്രതീക്ഷിതമായി ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ സുനി ഒന്ന് വിളറി വെളുത്തു. എങ്കിലും ആ വിളർച്ച മറച്ചു പിടിച്ചുകൊണ്ട് തനിക്കൊന്നും അറിയില്ല എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. സുനിക്കൊന്നും അറിയില്ല എങ്കിൽ സുനിയുടെ DNA സാമ്പിളുകൾ എങ്ങനെയാണ് മരിച്ച റിൻസിയുടെ വസ്ത്രത്തിൽ വന്നതെന്നായിരുന്നു പോലീസിന്റെ നിർണായകമായ ചോദ്യം. DNA സാമ്പിൾ എന്ന് കേട്ടപ്പോൾ സുനി ഒന്ന് പതറി. ആ പതർച്ച മനസ്സിലാക്കിയ പോലീസ് സംഘം അയാളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. DNA സാമ്പിളിന് പുറമെ സുനിക്കെതിരെ നിരവധി തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഇനി രക്ഷപ്പെടാനാകില്ല എന്നും DYSP ഉറപ്പിച്ചു പറഞ്ഞതോടുകൂടി സുനി തലകുനിച്ചിരിപ്പായി. പിന്നീട് പല കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി. റിൻസിയെ തനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നും താൻ ഓട്ടോ സ്റ്റാൻഡിൽ ഇരിക്കുമ്പോഴൊക്കെ റിൻസി അതുവഴി കടന്നു പോകുന്നത് താൻ കാണാറുണ്ടെന്നും റിൻസിയെ കാണുന്നതിന് വഴിയോരത്തൊക്കെ താൻ കാത്തു നിൽക്കാറുണ്ടായിരുന്നു എന്നും ഓരോ തവണ റിൻസിയെ കാണുമ്പോഴും തനിക്കുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയായിരുന്നു എന്നും അയാൾ പോലീസിനെ അറിയിച്ചു. എന്നാൽ റിൻസിയെ പോലൊരു പെൺകുട്ടി തന്റെ വലയിൽ വീഴില്ല എന്ന് തനിക്ക് ഉറപ്പായതുകൊണ്ടാണ് താൻ റിൻസിയുടെ വീട്ടിലേക്ക് അങ്ങ് കയറിയതെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. റിൻസിയുടെ വീടും പരിസരവും ഒക്കെ സുനിക്ക് വളരെ നന്നായി അറിയാം. റിൻസി കിടന്നുറങ്ങുന്ന മുറിക്ക് 2 വാതിലുണ്ടെന്നുള്ള കാര്യവും അത് പുറത്തുനിന്ന് തള്ളിയാൽ തുറക്കപ്പെടുമെന്നുള്ള കാര്യവുമൊക്കെ സുനിക്ക് നന്നായി അറിയാം. അതുമാത്രവുമല്ല, റിൻസിയുടെ മുറിയിൽ രാത്രി 12:30 വരെ ലൈറ്റ് കിടക്കുന്നത് തന്റെ വീട്ടിലിരുന്നു കൊണ്ട് താൻ കണ്ടിരുന്നു എന്നും ലൈറ്റ് അണഞ്ഞ് ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം താൻ റിൻസിയുടെ വീടിന്റെ വാതിലിന് സമീപത്തേക്ക് എത്തിയെന്നും സുനി പോലീസിനോട് പറഞ്ഞു. വാതിലിൽ ബലമായി ഒന്ന് തള്ളിയപ്പോൾ തന്നെ അതിന്റെ കുറ്റി ഇളകി വാതിൽ അകത്തേക്ക് തുറക്കപ്പെട്ടു എന്നും വാതിൽ തുറന്ന് താൻ അകത്ത് കയറിയിട്ടും റിൻസി അറിഞ്ഞിരുന്നില്ല എന്നും അവൾ നല്ല ഉറക്കത്തിലായിരുന്നു എന്നും സുനി പോലീസിനെ അറിയിച്ചു. റിൻസിയുടെ അടുത്തേക്ക് എത്തിയ സുനി റിൻസിയെ കടന്നു പിടിച്ച സാഹചര്യത്തിലായിരുന്നു അവൾ ഞെട്ടി ഉണർന്നത്. ആ സമയത്ത് സുനി അതിവേഗത്തിൽ തന്നെ റിൻസിയുടെ വാ പൊത്തിപ്പിടിക്കുകയും അവളുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്തു. ആ സമയത്താണ് സുനിയുടെ കണ്ണിൽ മുറിയുടെ ഒരു കോണിൽ കിടക്കുന്ന കയറ് ശ്രദ്ധയിൽപ്പെട്ടത്. അയാൾ അതിവേഗം തന്നെ റിൻസിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആ മുറിയുടെ ഒരു കോണിൽ കിടക്കുന്ന കയർ എടുക്കുകയും ആ കയർ റിൻസിയുടെ കഴുത്തിലിട്ട് മുറുക്കി വലിക്കുകയും ചെയ്തു. താൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ റിൻസി നിശ്ചലയായി എന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. റിൻസിയുടെ മരണം ഉറപ്പാക്കിയ സുനി അവളെ അതിക്രൂര പീഡനത്തിന് ഇരയാക്കി. അതിനുശേഷം റിൻസിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും ഊരിയെടുത്തതിന് ശേഷമാണ് അയാൾ അവിടെ നിന്ന് കടന്നുപോയത്. റിൻസിയുടെ വസ്ത്രത്തിൽ നിന്നും ഒരു പുരുഷന്റെ സെമന്റ് സാന്നിധ്യം കണ്ടെത്തിയതായി ലാബുകാർ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിച്ചതാണ്. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തെക്കുറിച്ചോർത്ത് ക്രൈംബ്രാഞ്ചിന് അതിശയം തോന്നി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു റേപ്പിന് സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഡോക്ടർമാർ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അക്കാര്യം പോലും ലോക്കൽ പോലീസ് അന്വേഷിച്ചില്ല. തുടക്കത്തിലുള്ള പോലീസിന്റെ സംശയം പിതാവ് ബിജുവിലായിരുന്നു. ആ സംശയം ഉറപ്പിക്കുന്നതിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ലോക്കൽ പോലീസ് അവഗണിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കാര്യമായി വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സുനിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സംഘം അയാളുമായി തെളിവെടുപ്പിന് റിൻസിയുടെ വീട്ടിലേക്കെത്തി. വിവരമറിഞ്ഞ പ്രദേശത്ത് നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത്. നാട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമുണ്ടായിരുന്ന റിൻസി എന്ന ആ പെൺകുട്ടിയെ അതിക്രൂര പീഡനത്തിന് ഇരയാക്കി അവളെ കൊലപ്പെടുത്തിയത് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന സുനിയാണെന്നുള്ള വാർത്ത കാട്ടുതീ പോലെയാണ് ആ മേഖലയിൽ പരന്നത്. റിൻസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു. അതിന്റെ യോഗങ്ങളിലൊക്കെ വളരെ സജീവമായി പങ്കെടുത്തിരുന്ന വ്യക്തിയായിരുന്നു സുനി. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ ആ വാർത്ത കൂടുതൽ ഞെട്ടിച്ചു. സുനിയെ ആ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അയാൾ എങ്ങനെയാണ് വാതിൽ തള്ളി തുറന്നതെന്ന് വളരെ നിഷ്പ്രയാസം തന്നെ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു. അത് കണ്ട നാട്ടുകാരും ഞെട്ടിപ്പോയി. സുനി കാണിച്ചു കൊടുത്ത ഓരോ കാര്യങ്ങളും വീഡിയോയാക്കി പോലീസ് സംഘം റെക്കോർഡ് ചെയ്തെടുക്കുകയും ചെയ്തു. എങ്ങനെയാണ് ആ പെൺകുട്ടിയെ സുനി കൊലപ്പെടുത്തിയതെന്നും അവളുടെ വാ പൊത്തിപ്പിടിച്ചതെന്നും കഴുത്തിൽ കയറിട്ട് മുറുക്കിയതെന്നുമൊക്കെ വളരെ വ്യക്തമായി തന്നെ പോലീസിന് സുനി കാണിച്ചു കൊടുത്തു. റിൻസിയെ അതിക്രൂര പീഡനത്തിന് ഇരയായ കാര്യങ്ങൾ അയാൾ പോലീസിനോട് പറഞ്ഞപ്പോൾ റിൻസിയുടെ മാതാപിതാക്കൾ നിലവിളിച്ച് കരഞ്ഞുപോയി. അവരുടെ മകൾ റിൻസിയെ ആരോ കൊലപ്പെടുത്തിയതാണെന്ന് ആ മാതാപിതാക്കൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും നാട്ടുകാരോ പോലീസുകാരോ ആരും തന്നെ ആദ്യഘട്ടത്തിൽ അവരെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. മകൾ നഷ്ടപ്പെട്ട അച്ഛനെയും അമ്മയെയും ഒരുപോലെ നാട്ടുകാർ ഒരേ രീതിയിൽ കുറ്റപ്പെടുത്തണമെങ്കിൽ അതിനു പിന്നിൽ സുനിയുടെ അദൃശ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് പോലും പോലീസിന് ഈ ഘട്ടത്തിൽ സംശയം തോന്നി. അയാൾ എന്തെങ്കിലും കഥ പറഞ്ഞു പരത്തിയതിന്റെ ഭാഗമായാണോ നാട്ടുകാരൊന്നടങ്കം ആ വീട്ടുകാരെ ഒറ്റപ്പെടുത്തുകയും സംശയിക്കുകയും ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് സംശയം തോന്നി. പിന്നീട് DYSP വളരെ നിർണായകമായ ഒരു കാര്യമായിരുന്നു കുണ്ടൂർമല സുനിയോട് ആവശ്യപ്പെട്ടത്. ചെയ്ത കാര്യങ്ങൾ അത്രയും ഏറ്റുപറഞ്ഞ് മുട്ടുകാലിൽ നിന്നുകൊണ്ട് സുനി തന്റെ പിതാവ് യശോധരന്റെ മുൻപിൽ നിന്ന് മാപ്പ് അപേക്ഷിക്കണമെന്നുള്ളതായിരുന്നു DYSP പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ സുനി അനുസരിക്കുകയും ചെയ്തു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം സുനിയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.